ഇന്നലെ വടക്കുന്നാഥനിലെ ആനയൂട്ടായിരുന്നു. എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഫുള്ള് തന്നെയാണ്. അപ്പം ഞാനും പോയിണ്ടായിരുന്നു. എല്ലാവരും ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തായാലും സമയം കിട്ടിയില്ല. അപ്പം ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യണത്. ഞങ്ങൾ വരുമ്പോൾ കുറച്ചധികം നേരം വൈകി, 8 മണി 8:15 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരമൊക്കെ ഉണ്ടായിരുന്നു, എണീറ്റില്ല. അപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പം ഈ കാണുന്നത്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര തിരക്ക് ആദ്യമായിട്ടാണ്. അത് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല, മുന്നുണ്ടായിരുന്നില്ല എന്ന്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെയാവും പറച്ചിൽ. ഞാനിപ്പോൾ ഈ ഓർഡറിൻ്റെ ചെരുപ്പ് എടുത്ത് വെക്കാനായിട്ട് അവിടെ കൗണ്ടറിലൊന്നും കൊടുത്തില്ല. അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയില്ല. ഒരു ഭാഗത്ത് ചെരുപ്പ് വെച്ചു. തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വെച്ച്. അപ്പോൾ തന്നെ അകത്തേക്ക് കയറാണ്. ഇങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കറിയാം അവിടെ തൃശ്ശൂർക്കാർ മാത്രമല്ല ഉള്ളത്, എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. അമ്പലം കാണുമ്പോൾ അതിശയായി പറയുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുടെ സംഭാഷണങ്ങളും നമുക്ക് നടന്നു പോകുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ അവിടെ കേൾക്കാം. ഇത് ഗണപതി ഹോമം കഴിഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ നിന്ന് ആ പ്രസാദം നമുക്ക് കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം അത് കിട്ടിയില്ല കേട്ടാ. അത് കൊടുക്കണമെന്നില്ല, അവർ അത് അവിടെ അടച്ചു വെച്ച് നോക്കുക. എന്താ സംഭവം എന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ആനയുടെ അടുത്തേക്ക് എത്തി. ആദ്യത്തെ ആന ഇതായിരുന്നു. വൈകിയ കാരണം കുറച്ച് പിന്നിലാണ് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അകലത്തിലാണ് വീഡിയോ എടുക്കാനും ആനയുടെ അടുത്തേക്ക് പോകാനും പറ്റുണ്ടായിരുന്നുള്ളൂ. പലവരും പല കണക്ക് പറയുന്നുണ്ട്. ഇത്ര ആന എന്ന് 53 ആന എന്ന് പറയുന്നുണ്ട്, 70 ആന എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നെറ്റിപ്പട്ടൊന്നും ഇല്ലാണ്ട് ഇവരിങ്ങനെ നിരന്ന് നിൽക്കണ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞങ്ങൾ വരുമ്പോൾ ഇത്ര ആനയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും ആനകൾ കയറി വരുന്നുണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കാലാവസ്ഥയായിട്ടാണ് നിൽക്കണ്ടായത്. അവിടെ നിന്ന് കുറച്ചും കൂടെ നേരം അവിടെ നിന്നപ്പോൾ മഴ പതുക്കെ ചാറാൻ തുടങ്ങി. പിന്നെ പേമാരിയായി. എന്ത് മഴയാണെങ്കിലും ആനയോട്ട് അവിടെ ഗംഭീരമായിട്ട് നടക്കണമുണ്ട്. അത് കാണാൻ വേണ്ടി മഴ നനഞ്ഞാണെങ്കിലും ആൾക്കാർ നിൽക്കണമുണ്ട്. മഴയൊന്നും ഒരു വിഷയമല്ല. ഇന്നലെ തൃശ്ശൂർ മാത്രമേ ഇങ്ങനെ കാര്യമായിട്ട് മഴ പെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം മഴയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചധികം നേരം ആനയോട്ടമൊക്കെ കണ്ടു, ചുറ്റിപ്പറ്റി നിന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് നിൽക്കണത്. അടുത്ത് നിന്നിട്ട് അങ്ങനെ കാണാനൊന്നും പറ്റണില്ലല്ലോ. അപ്പോൾ വെറുതെ അമ്പലം പ്രദക്ഷിണം വയ്ക്കാം. തൊഴാനൊന്നും പറ്റിയില്ല കേട്ടോ. നേരം വൈകിട്ടല്ല വന്നത്. അത് കാരണം തൊഴാൻ കയറാനായിട്ട് ഇനി എളുപ്പമല്ല, നല്ല തിരക്കായി. അപ്പോൾ പുറത്തന്നെ തൊഴാനുള്ളതുണ്ട്, അവിടെ എങ്ങാനും പോവാമെന്ന് വിചാരിച്ച് നിൽക്കുക. അങ്ങനെ കടക്കാനായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ചങ്ങലയുടെ ശബ്ദം 2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ കേൾക്കാനും ഉണ്ട്. അപ്പം മനസ്സിലായി ഒരു രാജാവ് വരുന്നുണ്ട് എന്ന്. വരണ വരവ് കാണുമ്പോഴേ ഇങ്ങനെ ഒഴുകി സ്ലോ മോഷനിൽ എന്ത് സ്റ്റൈലല്ലേ അവർ നടന്നു വരുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഭാഗം ഇഷ്ടംപോലെ സ്ഥലമാണ്. അവർക്കൊരു തിരക്കുമില്ല. അവരിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന്. ആനച്ചന്തെന്ന് പറയണത് എത്ര കണ്ടാലും മതി വരില്ല. അതിങ്ങനെ നോക്കി നിൽക്കാനായി തോന്നും. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴേ ആന നല്ല അകലെന്ന് വരുമ്പോഴേ അവിടെ നിൽക്കണ ആൾക്കാർ ആനയുടെ പേര് പറയും, ഇത് ഇന്ന ആനയാണ് വരുന്നത് എന്നുള്ളത്. അടുത്ത് വരുമ്പോൾ ശരിയാവട്ടെ. അവരെ കഴുത്തിൽ കിടക്കണ ആ ലോക്കറ്റ് നോക്കുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള പേരാവും. ഒറ്റയടിക്ക് ആനകളല്ലാതെ ഒരുപോലെ ആയിട്ടല്ല തോന്നുക. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെവിയുമ്പോൾ വല്ല വെട്ടോ കുത്തോ അങ്ങനെ എന്തെങ്കിലും കളർ വ്യത്യാസമൊക്കെ കാണുമ്പോൾ ചിലതിനെ നമുക്ക് മനസ്സിലാവും. ഇത് എല്ലാത്തിൻ്റെയും പേരാ പറയണത്. അതിൽ ആ പെണ്ണാനകളുടെ പേര് വരെ പറയുന്നുണ്ട്. അതാണ് ആനപ്രേമം. അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് പുറത്തേക്ക് പോവാണ്. ഇനി തിക്കും തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്നാലും പുറത്തേക്ക് പോവുക. അപ്പോൾ പോകുമ്പോൾ കണ്ടതാണ് മുക്കുറ്റി. നിറച്ചൊരു സൈഡിൽ ഫുള്ള് മുക്കുറ്റി. ഞങ്ങളുടെ പരിസരത്തൊന്നും മഷിയിട്ട് നോക്കിയാൽ മരുന്നിന് പോലും ഒന്നുമില്ല. അതിന് വേണ്ടി അമ്പലത്തിൽ കാണണം. അകത്ത് കയറി തൊഴാൻ പറ്റാത്ത കാരണം ഞാൻ പുറത്ത് ഇവിടെ നിന്ന് ഭഗവാനെ വിളിച്ചു. കോരിച്ചൊരിയണ മഴയായിരുന്നു.
അമ്പലത്തിൻ്റെ പുറത്തൊരു വലിയൊരു ആൽത്തറയും ആലും ഉണ്ടായിരുന്നു. അതിൽ ആലിനെ പറിച്ചു മാറ്റി ഒരു ചെറിയൊരു ആൽത്തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൽത്തറയമ്മ എല്ലാ വർഷവും ഇതേപോലെ ആനകളുടെ പ്രതിമകൾ വയ്ക്കും. അപ്പോൾ എന്നോട് എൻ്റെ മോൻ ചോദിച്ചു, അമ്മ ഈ ആന ഏതാന്ന് പറയാൻ പറ്റുമോയെന്ന്. എനിക്ക് ആ ആനേനെ പെട്ടെന്ന് കിട്ടിയില്ല, പക്ഷെ മോശമായി പോയി അതിൻ്റെ പേര് പറയാനത്. അത് കർണനായിരുന്നു. വിഷമായി. പിന്നെ തിരുവമ്പാടി ശിവസുന്ദർ, പിന്നെ കൊല്ലത്തുനിന്ന് ഒരു ആന ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പൂരത്തിന് പാറമേക്കാവിൻ്റെ തിടമ്പേറ്റിയത്, ശിവരാജു. അതിനൊക്കെ വേഗം കിട്ടിയേ. ആ ശിവരാജുവിൻ്റെ ചെവി വലുത് അങ്ങനെയൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. പിന്നെ ചെവിയും ഒരു പാടുണ്ട്, അപ്പോൾ വേഗം കിട്ടിയിട്ടാ. മറ്റേൻ്റെ പേര് കിട്ടിയില്ല. കർണനെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ പ്രതിമയിൽ നോക്കിയപ്പോൾ മനസ്സിലായില്ല, അതാരാന്ന് മനസ്സിലായില്ല. പിന്നെ അവരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉയരം ഭയങ്കര കൂടുതലായ കാരണം എനിക്കത് എത്തിച്ച് നോക്കിയാലും കാണില്ല. പിന്നീട് അവൻ പറഞ്ഞത്, അമ്മ എല്ലാവരുടെയും പേര് സഹിതം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആനയൂട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കിടന്നപ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആനയ്ക്ക് മാത്രമല്ല നമുക്കുള്ള ഊട്ടം അവിടെ ഉണ്ട് വടക്കുംനാഥനിൽ. അതൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല, വരി നിൽക്കാനുള്ള ക്ഷമയില്ല. 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വരി നിൽക്കണം. അതിനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്ന് ആവശ്യത്തിനുള്ളത് വാങ്ങി വീട്ടിലേക്ക് പോന്നു.